ഞാനതൊക്കെ മറച്ചു വെച്ചതുകൊണ്ടല്ലേ ഇപ്പോ ഇതൊക്കെ സംഭവിച്ചത്. വിശാൽ സാറിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. വല്യമ്മ തക്ക സമയത്ത് ആ വക്കീലിനെ അയച്ചില്ലായിരുന്നെങ്കിൽ സാറിനിപ്പോ ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നില്ലേ? ശേഖര മുത്തശ്ശനെ കുറിച്ചുള്ള സത്യം അത് ഞാൻ ഒരിക്കലും സാറിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. പാർവതി, നീ ഇപ്പോൾ എന്ത് തന്നെ ചെയ്താലും അതിന് പിന്നിൽ ഒരു സതുദ്ദേശം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു കാരണവുമില്ലാതെ ഒന്നും നീ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കില്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അന്നേരത്ത് അതൊന്നും ഞാൻ ഓർത്തില്ല. അപ്പം ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി. ഇനി മറച്ചു വെച്ചതിൻ്റെ കാരണം ഞാനായിട്ട് നിന്നോട് ഒരിക്കലും ചോദിക്കില്ല. നിനക്കത് എപ്പോൾ എന്നോട് വെളിപ്പെടുത്തണമെന്ന് തോന്നുന്നോ അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. ഏതായാലും ഒന്ന് വ്യക്തമായി, എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ എന്തോ ഒരു വലിയ നിഗൂഢത മറഞ്ഞിരിപ്പുണ്ട്. ഇപ്പോഴെങ്കിലും അതറിയാൻ കഴിഞ്ഞല്ലോ. സാറിനെ ഞാൻ ചതിക്കുന്നു സാറ്? അങ്ങനെ ഒരു തോന്നലും എനിക്കില്ല. എനിക്ക് നിന്നിലുള്ള വിശ്വാസം അത് കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് വേണ്ടി ആ സ്റ്റേഷനിൽ വെച്ച് അതാലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. ആ എസ്ഐയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നിയത്. വിടില്ല, ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ശേഖരമേനോനെ വെടിവെച്ചതാരാണെന്ന് കണ്ടെത്തണം. എൻ്റെ മേലില്ലാത്ത കുറ്റം കെട്ടിവെക്കാൻ വേണ്ടി ആ എസ്ഐയെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയണം. ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. എല്ലാം ഞാൻ തെളിയിക്കും. അമ്മ, ശേഖര മുത്തശ്ശനെ കൊല്ലൂന്ന് പറഞ്ഞ് വിശാൽ സാറ് ഒരു തോക്കും എടുത്ത് ഇറങ്ങിയിരിക്കുവാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് വിശാൽ സാറ് അത് ചെയ്യുകയും ചെയ്യും. എന്താ ഒരു ആലോചന? മണിക്കുട്ട, എനിക്കൊരു സംശയം. വിശാൽ സാറ് തോക്കെടുത്ത് ശേഖര മുത്തശ്ശനെ കൊല്ലാൻ പോകുന്ന വിവരം ഞാൻ പ്രഭാവതി അമ്മയോട് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ആ വിവരം പോലീസ് അറിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ അറിഞ്ഞു? അത് മാത്രമല്ല, വിശാൽ സാറ് ശേഖര മുത്തശ്ശനെ കാണാൻ നേരത്ത് അദ്ദേഹത്തെ വെടിവെച്ച ആ അജ്ഞാതൻ ആരാണ്? അയാൾ എന്തിനാ ശേഖര മുത്തശ്ശനെ വെടിവെച്ചത്? എല്ലാം കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടന്നതുപോലെ ഒരു തോന്നല്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിന് ഉത്തരവും കിട്ടുന്നില്ല. പാറു, നിന്നോടും പ്രഭാവതി അമ്മയോടും പറഞ്ഞ വിവരങ്ങൾ പോലീസ് അറിഞ്ഞത് മറ്റാരിൽ നിന്നുമായിരിക്കില്ല. അത് പോലീസിന്റെ ചെവിയിൽ എത്തിച്ചത് പ്രഭാവതി അമ്മ തന്നെയായിരിക്കും. കാരണം ഗാർഗി നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ എല്ലാം പിറകില് പ്രഭാവതി അമ്മ തന്നെയായിരിക്കുന്ന എന്റെ ഒരു നിഗമനം. അല്ല, പ്രഭാവതി അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വിശാൽ സാറിനോട് അവർക്ക് സ്വന്തം മോനെ പോലെ സ്നേഹമാണല്ലോ. അങ്ങനെ സ്നേഹമുള്ളപ്പോ വിശാൽ സാറിനെതിരായിട്ട് അമ്മ ഇതുപോലെ പ്രവർത്തിക്കോ? പ്രഭാ
വിശാലിക്ക് ഇതിലെന്തെങ്കിലും പങ്കുള്ളതായി ഞാൻ കരുതുന്നില്ല. ദേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പാറു നന്നായിട്ടൊന്ന് ചിന്തിക്ക്. അപ്പോ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. നീ ബുദ്ധിമതിയല്ലേ? ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ബുദ്ധിയൊന്ന് പ്രയോഗിക്കേ. വിശാൽ സാറിന്റെ ശത്രുക്കളെ പുകച്ച് പുറത്ത് ചാടിക്കേ. നീ പറഞ്ഞത് ശരിയാ. വിശാൽ സാറിനെ കുരുക്കിയ ശത്രുക്കളെ കണ്ടെത്തണം. അവര് തന്നെയായിരിക്കും ദേവമ്മയുടെ മരണത്തിന് പിന്നിലെന്നും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടാണല്ലോ ശേഖര മുത്തശ്ശനെ കൊല്ലാൻ അവർ ശ്രമിച്ചത്. എന്റെ മനസ്സിലൊരു പദ്ധതി തെളിയുന്നുണ്ട്. അതിലൂടെ തന്നെ ഞാൻ സത്യം തെളിയിക്കും. എല്ലാ ശത്രുക്കളെയും കണ്ടെത്തും. പാർവതിയുടെ ബുദ്ധിയെ ഞാൻ കുറച്ചു കണ്ടു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അവൾ ഒരിക്കലും ഇക്കാര്യം ലളിതേച്ചിയെ വിളിച്ചു പറയുമെന്ന് ഞാൻ കരുതിയതല്ല. വിശാല് ജയിലിൽ പോകുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചത് ഇപ്പൊ വെറുതെ ആയില്ലേ? അങ്ങനെ നിരാശപ്പെടാൻ വരട്ടേച്ചി. ശേഖരമേനോനെ വെടിവെച്ചത് വിശാലല്ല എന്ന് സംശയാതീതമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് അവനിപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെ ആണല്ലോ. ചേച്ചി ആ എസ് ഐക്ക് 10 ലക്ഷം രൂപ കൊടുത്തത് വെറുതെ അല്ലല്ലോ. അയാൾ ആ പണം വാങ്ങിയതിന്റെ നന്ദി കാണിക്കാതിരിക്കൂ. ഇപ്പോ ഈ വക്കീലിനെ ലളിതേച്ചി ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് ആ എസ് ഐ വിശാലിനെ ശേഖരനെ വെടിവെച്ച കേസിൽ കുടുക്കിയാലും അവനെ കോടതിയിൽ നിന്നും ആ വക്കീൽ ഊരിയെടുക്കാനാണ് സാധ്യത. ചേച്ചി എസ് ഐ വിളിച്ച് ഒന്നുകൂടെ പ്രഷർ ചെലുത്തിയാൽ മതി. വിശാല് കേസിൽ നിന്ന് രക്ഷപ്പെടാത്ത വിധമുള്ള കുറ്റപത്രം അയാൾ എഴുതി തയ്യാറാക്കി കോടതി കൊടുത്തോളും. കേസ് സ്ട്രോങ് ആക്കാൻ ഞാൻ വിളിച്ച് പറയാം. പക്ഷേ ശേഖരമേനോൻ മരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും ആ കേസ് ശക്തിപ്പെട്ടനെ. അയാൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ. അവിടെ വെച്ച് രഹസ്യമായിട്ട് അയാൾ തട്ടാം. അയാൾ ചെത്ത ശാൽ പെടുമല്ലോ. അയാളെ കൊല്ലുകയും ചെയ്യാം. കൊല്ലാൻ ചേച്ചി. എന്നിട്ട് അത് വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാം. കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുമല്ലോ. അപ്പോൾ വിശാൽ അകത്ത് കിടന്ന് ജയിലിൽ എണ്ണിക്കൊള്ളും.
എന്താ അമ്മേ? എന്തു പറ്റി? ആകെ ഒരു അസ്വസ്ഥത പോലെ. ഏയ് ഈ ബോക്സ് കണ്ടിട്ടാണോ അമ്മയ്ക്ക് ഒരു അങ്കലാപ്പ്? അല്ല, അത് ബോക്സ് ബോക്സ് കണ്ടിട്ടൊന്നും അല്ല ഞാൻ ടെൻഷനായത്. പിന്നെന്താ കാര്യം? ഏയ് ഒന്നുമില്ല. അത് വെറുതെ. എന്തോ കാര്യമായിട്ടുള്ള ടെൻഷൻ അമ്മയ്ക്കുണ്ട്. എന്താ അത്? അത് പിന്നെ ഞാൻ വിശാലിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അവനെ കുറിച്ച് ചിന്തിച്ചിട്ടാ എനിക്ക് ഈ ടെൻഷൻ. ഒന്നും അറിയാത്ത എന്റെ മോന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേ? അതിന്റെ വിഷമം എനിക്കിപ്പോഴും മാറുന്നില്ല. മോന് അമ്മയോട് എന്തെങ്കിലും തരത്തില് പിണക്കോ പരിഭവോ ഉണ്ടോ മോനെ? എന്തിന്? അല്ല, ലളിതേച്ചി കുറ്റപ്പെടുത്തിയതുപോലെ എനിക്ക് മോനെ പുറത്തിറക്കാൻ സാധിച്ചില്ലല്ലോ. അതാണോ അമ്മയുടെ പ്രയാസം? മോനെ, ഞാൻ പറയുന്നത് സത്യവാ. നിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. മോനെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യമാണ്. എന്റെ മോൻ ഇത് വിശ്വസിക്കണം. അമ്മ സങ്കടപ്പെടാതിരിക്കുക. എനിക്ക് അമ്മയോട് യാതൊരു പിണക്കവും പരിഭവവും ഇല്ല. എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ അമ്മ ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മ ഒരു തരത്തിലും പ്രയാസപ്പെടണ്ട. എന്റെ നിരപരാധിത്വം അത് തെളിയിക്കപ്പെടും അമ്മേ. ശേഖരമേനോൻ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ. അദ്ദേഹം തിരിച്ചു വരും. അതോടെ എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ രഹസ്യവും അദ്ദേഹം എല്ലാവരുടെ മുന്നിലും വെളിപ്പെടുത്തും. നമ്മുടെ എല്ലാവരുടെയും സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഉടനെ തന്നെ കിട്ടും. അമ്മ സമാധാനായിട്ടിരിക്കുക. ചെല്ല. ശരി മോനെ. എക്സ്ക്യൂസ് മീ. സോറി, ഡോക്ടറെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയ അപ്പോയിൻമെൻ്റ് ആണോ? അതെ, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്താ പേര്? ഡോക്ടർ സണ്ണി. ഡോക്ടർ സണ്ണി. ഓക്കെ, ഞാൻ അലക്സ് കോശി. ഓക്കെ, യു ക്യാരി ഓൺ. ശരി. ഇനി ഇതുപോലുള്ള ഏതെങ്കിലും മാരണങ്ങൾ കാണുന്നതിന് മുമ്പ് ശേഖറിന്റെ കഥ കഴിക്കണം.
സിസ്റ്റർ, ഇവിടെ കിടത്തിരുന്ന ആ പേഷ്യൻ്റ് ഇവിടെ. അയാളെ വേറെ ഏതോ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആളിവിടെ ഉണ്ടായിരുന്നില്ല സാർ. ആരാ അയാൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത്? അറിയില്ല സാർ. ആ പാർവതി. സാറ് തിരക്കിലാണോ? ഏയ് സാരമില്ല, പാറു പറഞ്ഞു. സാർ, എനിക്കൊരാഗ്രഹം പറയാനുണ്ടായിരുന്നു. ആ എന്താ പറഞ്ഞു? ഞാനത് പറഞ്ഞാ സാർ എനിക്കത് സാധിച്ചു തരുമോ? പാർവതി എന്താഗ്രഹം പറഞ്ഞാലും ഞാനത് സാധിച്ചു തന്നിരിക്കും. എന്ന് കരുതി ചന്ദ്രനെ പിടിച്ചേരണമെന്ന് പറഞ്ഞേക്കരുത്, എനിക്ക് അതിനൊന്നും സാധിക്കില്ല. ഇതങ്ങനെയുള്ള ആഗ്രഹമൊന്നുമല്ല സാർ. സാറ് വിചാരിച്ചാ സാധിച്ചു തരാവുന്നതേ ഉള്ളൂ. എന്നാ ആ ആഗ്രഹം ഒന്ന് പറഞ്ഞു. എനിക്ക് ലക്ഷ്മിപുരത്തേക്കൊന്ന് പോകണമെന്നുണ്ട് സാർ. ലക്ഷ്മിപുരത്തോ? ലക്ഷ്മിപുരത്തേക്കോ? ഉം. അതെന്റെ അമ്മയുടെ നാടാണല്ലോ. അല്ല, അതെന്താ ഇപ്പൊ അങ്ങോട്ട് പോകാനൊരാഗ്രഹം? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന നാടല്ലേ അത്. ആ നാട്ടിൽ ചെന്ന് അവിടെ അമ്മ വളർന്നതും ജീവിച്ചതൊക്കെ അറിയാനൊരു കൗതുകം. നാട്ടുകാരോട് ചോദിച്ചാൽ അവരതൊക്കെ പറഞ്ഞു തരില്ലേ? അതിനെന്താ സംശയം? അവർക്ക് അമ്മയെക്കുറിച്ച് പറയാൻ 100 നാവായിരിക്കും. എന്നാ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? പോവാം. ലക്ഷ്മിപുരത്തേക്കൊന്ന് പോകണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. നമുക്ക് പോവാടോ. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോയാലോ? അതിനെന്താ, നാളെ തന്നെ പോവാം. ശരി സാർ. അപ്പോ സാറിന്റെ ജോലി നടക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. ശരി. പാർവതി എന്തിനാ ഗായത്രിയുടെ നാട്ടിലേക്ക് പോകുന്നത്? അവൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? വിപിൻ സാറിനെ പാട്ടിലാക്കാൻ വേണ്ടി എത്ര നാളായി ശ്രമിക്കുന്നു. എന്നിട്ടും ആ മനസ്സിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പൊന്നും പട്ടും പൂവും ഒക്കെ വെച്ച് വിപിൻ സാറിനെ ഇളക്കാൻ നോക്കിയിട്ടും താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന മട്ടിൽ ഇരിക്കുകയല്ലേ വിപിൻ സാറ്. മുരടനാ. ഇനി എന്തിനാ ഈ പൂവൊക്കെ തലേ ചൂടിക്കൊണ്ട് നടക്കുന്നത്? ഇതൊന്നും വേണ്ട. ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. പല്ലവി, നീ എന്തായി കാണിച്ചത്? ചൂടിയ പൂവെടുത്ത് വീടിന്റെ നടുത്തളത്തിൽ വലിച്ചെറിയാ? ഇത് വീടല്ലേ അതോ ഇതൊരു കുപ്പത്തൊട്ടിയോ? മേലിൽ ഇത് ആവർത്തിക്കരുത്. പല്ലവി, ഇതെടുത്തോണ്ട് പോയി ഡസ്റ്റ്ബിനിലിട്. എങ്ങനെ? ഞാൻ ഇതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാനോ? എന്താ, നിനക്കിത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിട്ടാ എന്താ കുഴപ്പം? നീയല്ലേ ഇതിവിടെ വലിച്ചെറിഞ്ഞത്? അപ്പോ നീ തന്നെ ഇത് ചവറ്റുകുട്ടയിൽ കൊണ്ടിടണം. അതെ, ഈ വീട്ടിലെ കുപ്പയെടുത്ത് മാറ്റാനും ഈ വീട് അടിച്ചു തൂത്ത് തുടച്ച് വൃത്തിയാക്കാനും പാത്രം കഴുകാനും ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ല, ഇവിടുത്തെ മരുമകളാ. ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് നൽകി എന്റെ അമ്മായിയമ്മ എന്നെ ഇവിടേക്ക് കൈപിടിച്ചു കയറ്റിയത് ഇവിടുത്തെ ബാല്യക്കാരിയായിട്ടല്ല, അവരുടെ മകന്റെ ഭാര്യയായിട്ടാ. അതുകൊണ്ട് അകം പണിക്കും പുറം പണിക്കും നീ വേറെ ആളെ നോക്ക്. എടി, അഹങ്കരിക്കുന്നു നീ. വിപിന്റെ ഭാര്യ ആയതോടുകൂടി നിനക്ക്
തിമിരം ബാധിച്ചോ? ചുറ്റിനുള്ളതൊന്നും നിനക്കിപ്പോ കാണാൻ കഴിയുന്നില്ല അല്ലേ? പല്ലവി, വന്ന വഴി നീ മറക്കരുത്. നീ തല മറന്ന് എണ്ണ തേക്കരുത്. ദേ, ഈ പൂവെടുത്ത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിടാൻ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത്.